ഹലോ ഫ്രണ്ട്സ്, രാഹുൽ ടെക് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 90% അപ്രൂവൽ ലഭിക്കുന്ന ഒരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനെ പറ്റിയാണ്. അതായത് നിങ്ങൾക്ക് സിബിൽ സ്കോർ വളരെ കുറവാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി സ്ലിപ്പ് അങ്ങനെ മറ്റു ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പേഴ്സണൽ ലോണായിട്ട് 5,000 മുതൽ 50,000 രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന് ഒരുപാട് പോരായ്മകളും അതുപോലെ ഒരുപാട് പോസിറ്റീവും ഉണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക, കാരണം ഇതിൻ്റെ നെഗറ്റീവ്സ് കൂടെ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ആപ്ലിക്കേഷൻ നിലവിൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഏകദേശം നമുക്ക് പ്ലേ സ്റ്റോറിൽ 50,000-ലധികം ഡൗൺലോഡ്സ് കൂടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ വളരെ ലോ സിബിൽ സ്കോർ ആണെങ്കിൽ പോലും ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5,000 രൂപ മുതൽ 50,000 രൂപ വരെ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അധികം ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ചെറിയ ചെറിയ ഡോക്യുമെൻറ്റ്സ്, പാൻ കാർഡ്, ആധാർ കാർഡൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോണ് കാര്യങ്ങളൊക്കെ തരുന്നത്. കൂടാതെ നെഗറ്റീവ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഇവരുടെ പലിശ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഏകദേശം നമ്മളിപ്പോൾ ഒരു 5,000 രൂപയ്ക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് ചിലപ്പോൾ ഒരു 4,400 രൂപയായിരിക്കും. നമ്മൾ തിരിച്ചടക്കേണ്ടത് 5,600 രൂപയായിരിക്കും. അങ്ങനെ ഒരു പാറ്റേണിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോളോ ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു ആപ്ലിക്കേഷൻ ഏകദേശം 90 ഡേയ്സ് റീപേയ്മെൻറ്റ് പീരീഡ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു 5,000 രൂപ എമൗണ്ട് തരിക. നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് 10,000-ലേക്ക് കൂട്ടും. പിന്നെ അത് 10,000 റീപേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 20,000. അങ്ങനെ ക്രെഡിറ്റ് ലൈൻ പാറ്റേണിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നെഗറ്റീവ്സ് ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ലോൺ റീപേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റിലേക്ക് ഇവർ കോൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റിലുള്ള നമ്പേഴ്സിലേക്ക് നമ്മുടെ ലോൺ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്ന അങ്ങനത്തെ ചെറിയ തരികിട പരിപാടികളൊക്കെ ഈ ഒരു ആപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു BP സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു NBFC ആണ് ഈ ഒരു ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും RBI അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ RBIൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ ഇവർ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലോൺ എടുക്കുന്നവർ നിർബന്ധമായി കേൾക്കേണ്ട ഒരു കാര്യം, അത്രയ്ക്ക് എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം, തിരിച്ചടക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലോണ് കാര്യങ്ങളൊക്കെ എടുക്കുക. കൂടാതെ മാൻഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ട് ത്രൂ ലിങ്ക് ചെയ്തിട്ടാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു ആപ്ലിക്കേഷന് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു റിവ്യൂ എന്ന രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാത്രം. നിങ്ങൾക്ക് ഒരു നിർബന്ധവുമല്ല ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണത്. കാരണം അത്രയ്ക്ക് പോരായ്മകൾ കൂടെയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും. ഞാൻ എൻ്റെ നിലവിലെ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു OTP വരുന്നതായിരിക്കും. ആ OTP കൂടെ അവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ലോഗിൻ എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ വെരിഫിക്കേഷനാണ്. നമ്മൾ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം OTP വരും, ആധാർ OTP വരുന്നതായിരിക്കും. അതും കൂടെ കൊടുത്ത് ആധാർ വെരിഫിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ഇത് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. അത് നിങ്ങൾ സാലറീഡ് ആണെങ്കിൽ സാലറിഡ് എന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ സാലറീഡ് ആണ്. അതുകൊണ്ട് തന്നെ അൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ നെയിം, കമ്പനിയുടെ അഡ്രസ്സ്, മാസം എത്രയാണ് വരുമാനം എന്നുള്ളതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൂടെ നമുക്ക് ഏത് ദിവസമാണ് സാലറി കയറുന്നുണ്ടെങ്കിൽ സാലറി ഡേറ്റും കൂടെ കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് ഈ ഒരു വർക്കിംഗ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവർ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇവർ റെഫറൻസ് ചോദിക്കുന്നുണ്ട്. ഒരു 4 ഫാമിലി മെമ്പേഴ്സിൻ്റെ കോൺടാക്റ്റ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഫാമിലി റെഫറൻസ് 1, 2, 3, 4 എന്നുള്ള അവിടെ നമ്മൾ 4 പേരുടെ കോൺടാക്റ്റ് നമ്പർ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോൺ റീപേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിൽ എൻ്റർ ചെയ്തിട്ട് സേവ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ പാൻ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെയിം കാര്യങ്ങളൊക്കെ താഴെ വരുന്നതായിരിക്കും. ആ ഒരു പേഴ്സൻ്റെ ചിഹ്നത്തിൻ്റെ അവിടെ നമ്മുടെ നെയിം കാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം നമ്മുടെ ബാങ്ക് ഏതാണ് സെലക്ട് ചെയ്യുക. ഇപ്പം ഫെഡറൽ ആണെങ്കിൽ ഫെഡറൽ സെലക്ട് ചെയ്യുക. ഏതാണോ ബാങ്ക് അത് സെലക്ട് ചെയ്തതിന് ശേഷം അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക, കൺഫേം ചെയ്യുക. അതിനുശേഷം IFSC കൂടി അതിൽ എൻ്റർ ചെയ്തിട്ട് സേവ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് വെരിഫിക്കേഷൻ കഴിഞ്ഞു.
അതിനുശേഷം വരുന്ന നിങ്ങളുടെ ഒരു ഫോട്ടോയാണ്. അതിന് ഓപ്പൺ ക്യാമറ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടാവും. അത് ആ ഓപ്പൺ ക്യാമറ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ല ലൈറ്റും നല്ല ക്ലിയർ ആയിട്ടൊക്കെ ഫോട്ടോ എടുക്കണം. അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്, ഇല്ലെങ്കിൽ റിജക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ട് സേവ് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സംഭവം വരുമായിരിക്കും. വെരിഫിക്കേഷൻ പെൻഡിങ് 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അപ്രൂവൽ കാര്യങ്ങളൊക്കെ ഇതിലവർ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വെരിഫിക്കേഷൻ പെൻഡിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ ഏജൻറ്റ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു കൺഫേം ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 24 മണിക്കൂറിനുള്ളിൽ ആപ്പിൽ തന്നെ എന്താ പറയുക സക്സസ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവർ ചിലപ്പോൾ വാട്സപ്പ് ത്രൂ ആയിരിക്കും കോൺടാക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതിനുശേഷം ഇങ്ങനൊരു ഓപ്ഷൻ കാണും, നമ്മൾ അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഫസ്റ്റ് ഇവർ കൂടുതലും കൊടുക്കാറുള്ളത് 5000 രൂപയാണ്, അതായത് 10 ദിവസത്തേക്ക്. പിന്നെ അത് ഇത് അടച്ചു കഴിഞ്ഞാൽ 6000, പിന്നെ 10000 അങ്ങനെയാണ്. അപ്പം നമുക്കൊരു 50000 എമൗണ്ടൊക്കെ ആകുമ്പോൾ നമുക്കൊരു 2 മന്ത്സ് ടെന്യൂർ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിൽ ഈ 15000 എന്നുള്ള എമൗണ്ട് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ ഡിസ്പേഴ്സ് ആവുന്നത് 10860 രൂപയാണ്. അതായത് ഇൻട്രസ്റ്റ് വരുന്നത് 600, കൺവീനിയൻറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് 1200, പ്രോസസ്സിംഗ് ഫീ എന്ന് പറഞ്ഞിട്ട് 1600, GST എന്നൊക്കെ പറഞ്ഞിട്ട് 540. ഇതൊരു 14 ദിവസ കാലയളവിലാണ് ഈ ഒരു എമൗണ്ട് ഞാൻ തിരിച്ചടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാലേ നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു 14 ദിവസത്തേക്ക് ഈ ഒരു ലോണിനുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും മാത്രം എടുക്കുക. ഞാൻ ഈ ഒരു ഇതുവഴി ആരെയും നിർബന്ധിക്കുന്നതല്ല. പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു റിവ്യൂ ചെയ്യണം തോന്നി. ഇപ്പോൾ റിയൽ ഓർ ഫേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷന് ഫേക്ക് എന്നേ പറയുള്ളൂ. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ RBI റൂൾസ് അനുസരിച്ചല്ല വർക്ക് ചെയ്യുന്നത്. നല്ല രീതിയിൽ പലിശ കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. കൂടാതെ കോൺടാക്ട് ലിസ്റ്റിൽ ഇവർ കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും എന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പം അത്രയ്ക്ക് തിരിച്ചടയ്ക്കാൻ ഉറപ്പുള്ളവർ മാത്രം ഈ ഒരു ആപ്പ് ചൂസ് ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഇപ്പോൾ നാളെ ഇതിൻ്റെ പേരിൽ എനിക്കും എൻ്റെ ചാനലിനും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നതാണ്. നിങ്ങൾ മൊത്തം വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു അപ്ലൈ നൗ എന്ന് പറഞ്ഞ താഴെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ അടുത്തായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ബേഴ്സ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഇത് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇമാൻഡേറ്റ് സെറ്റപ്പ് ചെയ്യണം. നമ്മുടെ ബാങ്ക് ത്രൂ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എല്ലാ അടവിൻ്റെ ഡേറ്റ് ആകുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വലിക്കുകയാണ് ചെയ്യുക. അത്രയും നമ്മൾ കൺഫേം ആയി കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ഇവർ ആ ഒരു അടവ് 14 ദിവസം ആകുമ്പോൾ എത്രയാണോ തിരിച്ചടക്കേണ്ടത് അത് നമ്മുടെ ബാങ്ക് ത്രൂ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നോക്കിയും കണ്ടും മാത്രം ലോണ് കാര്യങ്ങളൊക്കെ എടുക്കുക. അത്രയ്ക്ക് എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക.